എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാട്ടോ. നമ്മൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു യാത്ര ചെയ്യാൻ പോകും. കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ അവിടെ ഇഷ സെൻറ്ററിലൊക്കെ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ ഇന്നലെ പാലക്കാട് വന്നിട്ട് ഇവിടെ റൂം എടുത്തായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ റൂം. സമയം രാവിലെ 8:45 ആയിട്ടോ. 9:15 പാലക്കാട് നിന്നൊരു ട്രെയിനുണ്ട്. ആ ട്രെയിന് പോകാനാട്ടോ നമ്മുടെ പ്ലാന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൂം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 19 മീറ്റർ നടന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ എത്തും. അങ്ങനെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടോ. ഇവിടെ നമുക്ക് കാണാം, സ്റ്റേഷനിലോട്ടുള്ള വഴിയൊക്കെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം പോയിട്ട് ടിക്കറ്റ് എടുക്കാം കേട്ടോ സ്റ്റേഷനിൽ എത്തിയിട്ട്. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോം 4 പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 4 നമ്മുടെ വണ്ടി വരുന്നത്. ഇവിടെയൊക്കെ വർക്ക് കിടക്കുക കേട്ടോ. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. ഇതിലിറങ്ങിയിട്ട് ചുറ്റി വേണം കേട്ടോ പോകാൻ. നമ്മളങ്ങനെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇവിടെയാണ് 4, ഇത് കാണുന്നത് 5 കേട്ടോ. ഇവിടെയൊക്കെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേഷനുകളിൽ ഇതേപോലെ വർക്ക് എടുക്കുന്നുണ്ട് ഈ സമയത്ത്. എന്തായാലും നമ്മുടെ വണ്ടി എത്താറായിട്ടുണ്ട് കേട്ടോ. നങ്കരയൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ വണ്ടി എന്തായാലും വരും. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ 4 എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് കയറാം. ഇവിടെ അധികം ടൈം വരുന്നില്ല കേട്ടോ. ഇതിന് പെട്ടെന്ന് തന്നെ എടുക്കും. അങ്ങനെ നമ്മുടെ വണ്ടി 9:20 ആയപ്പോഴേക്കും പാലക്കാട് വിട്ടു കേട്ടോ. പാലക്കാട് നിന്ന് ജസ്റ്റ് എടുത്തുള്ളൂ. നമ്മൾ പാലക്കാട് വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങിട്ടോ. ഇവിടെ എല്ലാം കുറച്ച് മുമ്പോട്ടൊക്കെ ഒരുപാട് തെങ്ങുകളും അടിപൊളിയായിട്ട് കാണാൻ തുടങ്ങി. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് കഞ്ചിക്കോടാട്ടോ. അപ്പോൾ ഏകദേശം കോട്ടേക്കാട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് വരുന്നില്ല, സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. വണ്ടി നന്നായിട്ട് സ്ലോ ആയിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് വെസ്റ്റേൺ കട്ട്സിൻ്റെ അടിപൊളി കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ ക്ലിയർ ആയിരിക്കില്ല, കുറച്ച് ഫോഗൊക്കെ മൂടി കിടക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കഞ്ചിക്കോട് എത്തിട്ടോ. കഞ്ചിക്കോട് സ്റ്റേഷനിലോട്ട് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ട്രെയിനിൻ്റെ കർവുകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് നല്ല അടിപൊളിയാട്ടോ കാണാൻ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒക്കെ താഴെ കൂടെ അടിപൊളി കാഴ്ചയാണ്. നമ്മളങ്ങനെ കഞ്ചിക്കോട് എത്തി. സമയം ഏകദേശം 9:38 ആയിട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റാണ് നമ്മുടെ വണ്ടി.
വഞ്ചിക്കോട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കറക്റ്റ് വെസ്റ്റേൺ ഗട്ട്സിന് താഴെ കൂടെ ആയിട്ടാണ് നമ്മുടെ യാത്ര. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സമയം രാവിലെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മളിപ്പോൾ വാളയാറൊക്കെ പാസ് ചെയ്ത് കേരളം വിടാറായിട്ടോ. ഇതിപ്പോൾ മൊത്തം അങ്ങോട്ട് പച്ചപ്പ് കൃഷിയൊക്കെ ആയിരിക്കും. ചെറിയ രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട്. ഇതിൽ മുഴുവൻ തമിഴ്നാട്ടിലോട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡൊക്കെ അടുത്തൊക്കെ ഉണ്ടെന്ന് തന്നെ നല്ല തിരക്കാട്ടോ. ഏകദേശം കേരളം വിട്ട് തമിഴ്നാട് കയറി നമ്മൾ. ഇനി അങ്ങോട്ട് കോയമ്പത്തൂർ വരെ അടിപൊളി തെങ്ങും തോപ്പുകളും കൃഷികളും അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് തന്നെ തുടങ്ങി നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്കിനി കാഴ്ചയൊക്കെ കണ്ട് കോയമ്പത്തൂർ വരെ പോവാം, എന്നിട്ട് കാണാം കേട്ടോ. സമയം 11 മണി കഴിഞ്ഞിട്ടോ. നമ്മൾ കറക്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കട്ടോ നമ്മൾ. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി പുറത്തോട്ട് പോകാം കേട്ടോ. സമയം ഏകദേശം 11:15 ആയി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു കൽക്കരിയുടെ എഞ്ചിനൊക്കെ വെച്ചേക്കുന്നതാണ്. അതുപോലെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കോയമ്പത്തൂർ കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ടോ. നമുക്കിനി ഇവിടുന്ന് ബസ് കയറിയിട്ട് വിഷയയിലോട്ട് പോകണം. ഇവിടുന്ന് 14D ബസ്സിലാട്ടെ കയറേണ്ടത്. ഇവിടെ എല്ലാം നമ്പറാണ്. ഇഷ്ടംപോലെ ബസ് കിട്ടും ഇവിടുന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി ബസ് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കാം. ഞാൻ ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്നിട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ബസ് വരിക. ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഫയർ സ്റ്റേഷനാണ് കേട്ടോ. ഫയർ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും എല്ലാം ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ബസ് വരിക. ഇതൊക്കെ വേറെ എങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാട്ടത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈശയിലെത്തി കേട്ടോ. ഈശ ആദിയോഗി ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈശയിലെത്തി. ഇവിടെ വരെയാണ് ബസ് സർവീസ് ഉള്ളത്. നമ്മൾ വന്നതൊക്കെ ഈ വണ്ടിയിലായിരുന്നു കേട്ടോ. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഒരുപാട് കാളകളൊക്കെ കെട്ടിയിരുന്നതാണ്.
ഈ ഒരു ഭാഗത്തോട്ടായിട്ട് നമുക്ക് അകത്തോട്ട് എൻട്രി വരുന്നത്. അതുപോലെ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ആയിട്ട് ശിവൻ്റെ ചെറിയൊരു സ്റ്റാച്ചു ഒക്കെ കാണാം നമുക്ക്. അടിപൊളിയായിട്ട് കാണാൻ. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. അതുപോലെ ഇവിടെ നമുക്ക് കാളവണ്ടി സർവീസൊക്കെ അവൈലബിൾ ആണ്. ഒരെണ്ണതാട്ടോ വരുന്നത്. ഇതാ ഭാഗത്തുനിന്ന് പോയി വരുന്നതാണ്. ഒരു സൈസ് നോക്കി. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് കാളവണ്ടിക്ക് പോകാം കേട്ടോ. അങ്ങനെ കാളവണ്ടിക്ക് ടിക്കറ്റ് എടുത്തിട്ടോ. ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി. 10 രൂപ ഇവിടുന്ന് ചാർജ് വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട്. എന്തായാലും നമുക്കിനി കാളവണ്ടിക്ക് പോകട്ടോ. നമ്മൾ പഴനി പോയിട്ട് നമുക്ക് കുതിരവണ്ടി കിട്ടിയില്ലായിരുന്നു. എന്തായാലും നമുക്കിനി കാളവണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈശയുടെ തൊട്ട് ഫ്രണ്ടിലെത്തിട്ടോ. ഫ്രണ്ടിലല്ല, നമ്മൾ കാളവണ്ടി ഇറങ്ങിയത് ബാക്ക് സൈഡിലാട്ടോ. വേണ്ടിയിട്ട് കാണാം നമുക്ക്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 500 മീറ്ററോട് മുമ്പിലോട്ട് നടക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ഈ വഴി കുറച്ചുകൂടെ നടക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെത്തിട്ടോ. നമ്മൾ സ്റ്റാച്യൂയുടെ ഏറ്റവും ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, എന്നിട്ട് കൂടി കണ്ടില്ല തിരക്ക്. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, വ്യൂ കാണാം നമുക്ക്. നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കാണാം. ഈ ഭാഗത്തായിട്ട് ഒരുപാട് പശുക്കളെ കാണാം കേട്ടോ. നമ്മൾ വന്ന സൈഡിൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് പശുക്കളൊക്കെ കാണാമായിരുന്നു. എന്തായാലും അടിപൊളിയാട്ടോ കാണാൻ. അതുപോലെ വൈകിട്ട് 7:30 കഴിഞ്ഞിട്ട് ഇവിടെ ലേസർ ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിരിക്കും കാണാൻ. നമ്മളെന്തായാലും അത്രയും നേരം നിൽക്കുന്നില്ല, അതിന് മുമ്പ് നമ്മൾ പോകും കേട്ടോ. ഇവിടെ എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് കാണാം കേട്ടോ. ഒരു വഴി ഇങ്ങനെ ഒരുപാട് കാണാം. ഒരുപാട് ദൂരം പോകാൻ കേട്ടോ അങ്ങോട്ട്. അതുപോലെ ആ ഭാഗത്തായിട്ട് പാർക്കിംഗ് ഒക്കെ കാണാം നമുക്ക്. സ്റ്റാച്ചുവിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലോട്ട് തന്നെ എത്തിട്ടോ. നമ്മൾ വന്ന വഴി തന്നെ എത്തി. ഇവിടെ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ലേസർ ഷോയ്ക്കൊക്കെ പ്രൊജക്ടറാട്ടെ കാണുന്നത്. ഈ ഭാഗത്തായിട്ട് കാണാം നമുക്ക്. ഇപ്പോഴും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. സമയം ഏകദേശം 2:30 കഴിഞ്ഞു. ഒരുപാട് ഫോറിനേഴ്സിനെ കാണാം കേട്ടോ നമുക്ക്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പശുക്കളും കാളകളൊക്കെ ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ ഒരുപാട്. അങ്ങനെ സമയം ഏകദേശം 2:30-2:45 ആയിട്ടോ. നമ്മൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലോട്ട് വരുന്ന കാഴ്ചകളും അതുപോലെ നമ്മുടെ ആദിയോഗി ശിവ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കാളവണ്ടി എടുത്തിട്ട് പുറത്തോട്ട് പോകണം. എന്നിട്ട് നമ്മൾ അവിടുന്ന് കോയമ്പത്തൂരിലേക്ക് ബസ്സിന് പോകും കേട്ടോ. അപ്പം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.